നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ എന്താ വിളിച്ചേ? മമ്മി പേദയ്ക്ക് അവക്കെന്തു പറ്റി? മമ്മി ഒന്ന് ചെന്ന് നോക്കിയേ. മോളെ വേദ, എന്താ മോളെ, പനിയാണോ? മമ്മി വേണ്ട, അവളുടെ മുഖത്തൊന്ന് നോക്കിയേ. അയ്യോ ഈശ്വര, ചിക്കൻ ബോക്സ് ആണല്ലോ. ഇങ്ങോട്ട് വാ. മോളെ മോളെ പേടിക്കണ്ട കേട്ടോ. തൃപ്തിയായല്ലോ നിങ്ങൾക്ക്? അസുഖം വന്ന് ഒരുത്തിയെ ഈ വീട്ടിലിട്ട് ചികിത്സിച്ചോണ്ടിരുന്നപ്പോ ഞാൻ നിങ്ങളോട് 1000 പ്രാവശ്യം പറഞ്ഞു അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകരൂന്ന്. അപ്പോ അച്ഛനും മകനും വാശി കാണിച്ചു. ഇപ്പോതാ ഒരാള് വീണു. ഇനിയിപ്പോ ഈ വീട്ടിലുള്ള എല്ലാവർക്കും വരില്ലേ? പത്മ, ഇക്കാര്യത്തിൽ ബഹളം വെക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? പകർച്ചവ്യാധിയാണ്, അത് പകർന്നു. ഇനി അതിനെ എങ്ങനെ പരിചരിക്കാന്നാ നമ്മൾ നോക്കേണ്ടത്. മരുമോളെ കുറ്റപ്പെടുത്തിയപ്പോ അങ്ങ് പിടിച്ചില്ല. ഓ, ഇക്കാര്യത്തിൽ നന്ദിനി എന്ത് തെറ്റാ ചെയ്തത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഡാഡി വെറുതെ ഞങ്ങളുടെ മുൻപിൽ മായം കളിക്കണ്ട. ഇപ്പൊ വേദയ്ക്ക് അസുഖം വന്നതിന് അവളല്ലാതെ വേറെ ആരാ കാരണം? ഇനി ഞങ്ങളൊക്കെ ഇതേ കിടപ്പ് കിടക്കേണ്ടി വരില്ലേ? ഇന്ദ്രജെ, നീ കൂടുതൽ അടുത്തേക്കൊന്നും പോവല്ലേ. ഇങ്ങോട്ട് മാറിക്ക്, ഇങ്ങോട്ട് വാ. പത്മ, ഡോക്ടറെ വിളിക്കാം. നന്ദിനിക്ക് ചെയ്തതുപോലെ. അയ്യോ, നന്ദിനിക്ക് ചെയ്തതുപോലെ എന്ത് കാര്യം നടന്നാലും അതിന്റെ മുകളിലായിരിക്കും ആ വേലക്കാരുടെ പേര്. അടിച്ചിറക്കാൻ നിങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിൽ എന്റെ മോൾ ഇങ്ങനെ കിടപ്പിലാവില്ലായിരുന്നു. നേരെ മറിച്ചാ ഞാൻ ചിന്തിക്കുന്നത്. ഇത്തരം ഒരവസ്ഥയിൽ പോലും നന്ദിനിയെ കുറ്റപ്പെടുത്താൻ മാത്രം നിങ്ങളെല്ലാവരും നാവ് ഉയർത്തുന്നുണ്ടല്ലോ. അല്ലാതെ ഈ കിടക്കുന്ന നമ്മുടെ മോൾക്ക് വേദനിക്കുന്നുണ്ടോ, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചോ നിങ്ങൾ വല്ലവരും? കുറ്റം പറയാൻ മമ്മിയെക്കാളും മിടുക്കുണ്ടായിരുന്നല്ലോ നിനക്ക്. കൂടപ്പറപ്പല്ലേ? എന്നിട്ട് നീയോ അവനും കൂടി മാറി നിൽക്കാനല്ലേ തീരുമാനിച്ചത്? അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? അവളുടെ അടുത്തേന്ന് അവളെ കെട്ടിപ്പിടിച്ചിരിക്കണോ? എന്നിട്ട് ഞങ്ങൾക്കും കൂടി അസുഖം വാങ്ങിച്ചു വെക്കണോ? എന്താ അച്ഛാ, എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? എടാ, വേദയ്ക്ക് ചിക്കൻ ബോക്സാ. വേദേ മോളെ, വേദേ, ആർക്കാ? ഒരു മിനിറ്റ് അച്ഛാ. ഹലോ, ആ കിങ്സ് റെസ്റ്റോറന്റ് അല്ലേ? ഒരു 10 മട്ടൻ ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ വേണം, പിന്നെ ഷവർമ റോളും വേണം. പ്ലേറ്റ് വേണ്ട. പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്കെ. എടാ, നീ ഇതെന്താ കാണിക്കുന്നത്? ഇങ്ങനെയല്ല അച്ഛാ കാണിക്കേണ്ടത്.
എന്റെ നന്ദിനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോ അച്ഛൻ ഇവരോടൊക്കെ കെഞ്ചിയതല്ലേ വീട്ടിൽ നോൺ വെജ് ഉപയോഗിക്കരുതെന്ന്. അപ്പൊ ഇവര് കാണിച്ചെന്താ? എല്ലാം കൂടെ ചിക്കനും മട്ടനും എല്ലാം അങ്ങ് വാരി വലിച്ച് തിന്നു. ഇവിടെ തിന്നട്ടെ. നന്ദിനിക്ക് വന്നത് മാത്രം ആഘോഷ പോരല്ലോ അച്ഛാ. വേദയ്ക്ക് വന്നത് ആഘോഷിക്കട്ടെ. ഡാടാ സ്വന്തം അനുജത്തിയാണ് കിടക്കുന്നത് കേട്ടാ. അയ്യോ, ഇപ്പൊ പൊള്ളുന്നുണ്ടല്ലേ? പക്ഷേ എനിക്കൊന്നും തോന്നുന്നില്ല. ഈ കിടക്കുന്ന അവളുണ്ടല്ലോ, അവള് കാണിച്ച ധിക്കാരത്തിനെ അതിലുണ്ടോ? നിങ്ങളിൽ ആർക്കെങ്കിലും അന്ന് ഈ അസുഖത്തിന് പേടിയുണ്ടായിരുന്നോ? ഇനി നിങ്ങളിൽ ആർക്കെങ്കിലാണ് ഈ അസുഖം വരുന്നതെങ്കിൽ എന്താവും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല.